തൃശൂർ മലക്കപ്പാറയിൽ പുലിയുടെ പിടിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 4 വയസ്സുകാരൻ. വീരാൻകുടി സങ്കേതത്തിലെ രാധ ബേബി ദമ്പതികളുടെ മകൻ രാഹുലിനെയാണ് ഇന്നു പുലർച്ചെ കുടിലിൽ കയറി പുലി ആക്രമിച്ചത്. നിസ്സാരമായി പരിക്കേറ്റ കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മലക്കപ്പാറ മലയാറ്റൂർ വനമേഖലയോട് ചേർന്ന് കേരള തമിഴ്നാട് അതിർത്തിയായ കടമ്പട്ടത്താണ് പുലിയുടെ ആക്രമണമുണ്ടായത്. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന 7ഓളം കുടുംബങ്ങൾ താൽക്കാലികമായി ഷെഡ് കെട്ടി താമസിക്കുന്ന വീരാൻകുടിയിൽ പുലർച്ചെ 2 ശേഷമാണ് പുലി എത്തിയത്. മാതാപിതാക്കളായ രാധയുടെയും ബേബിയുടെയും ഒപ്പം കിടന്നുറങ്ങിയിരുന്ന 4 വയസ്സുകാരൻ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത്. കുട്ടിയെ ആക്രമിച്ച ശേഷം വലിച്ചുകൊണ്ടുപോകാനും പുലി ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച ബേബിക്ക് നേരെയും പുലി തിരിഞ്ഞെങ്കിലും കയ്യിൽ കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ച് ബേബി തടഞ്ഞു. മറ്റുള്ളവർ ബഹളം വയ്ക്കുക കൂടി ചെയ്തതോടെ പുലി കുട്ടിയെ ഉപേക്ഷിച്ച് ഓടി. ഒച്ചയും വെള്ളം കടക്കുമ്പോഴത്തേക്കും 4 കൂട്ടുകാരും കളിച്ചു. എനിക്ക് ഓടി വന്നു. അവിടത്തേക്ക് ഞാൻ കൊച്ചിനെ കൊണ്ടുപോകും, വീട്ടിലേക്ക് പിടിച്ചു പൊക്കിക്കൊണ്ടുപോകും. പിന്നെ ലൈറ്റ് ടോർച്ചൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും വിട്ടുപോയി. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ രാഹുലിനെ ആശുപത്രിയിൽ എത്തിക്കാൻ 2 മണിക്കൂർ വേണ്ടി വന്നു. ജനവാസമോ വൈദ്യുതിയോ ഇല്ലാത്ത സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുട്ടിയെ മാറ്റിയത്. തലയ്ക്ക് പുറകിൽ ചെവിയോട് ചേർന്ന് പുലിയുടെ നഖം കൊണ്ട് രാഹുലിന് പരിക്കേറ്റിട്ടുണ്ട്. പുറത്തും മുതുകിലും കാലുകളിലും മുറിവുണ്ട്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മുൻപ് മലക്കപ്പാറ കോളനിയിൽ താമസിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്നാണ് അടുത്തിടെ കടമ്പാട്ടയ്ക്ക് എത്തിയത്. പ്ലാസ്റ്റിക് ടാർപോളിൻ ഉപയോഗിച്ച് കെട്ടിയ താൽക്കാലിക കുടിലുകളിലും പാറപ്പുറങ്ങളിലുമാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഇവരിൽ ഏറെ പേരും താമസിക്കുന്നത്. വന്യമൃഗശല്യവും ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്ന മേഖലയിൽ നിന്ന് മാരാങ്കോട് പ്രദേശത്തേക്ക് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.